ഹലോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഇന്ന് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, പുറത്തിറങ്ങാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ന് കളി ഉണ്ടായിരുന്നു ഏട്ടനല്ല, ഇന്ത്യ ഓസ്ട്രേലിയ കളി ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനത് കാണുമായിരുന്നു. പിന്നെ ഞാനും അങ്ങനെ പ്രത്യേകിച്ച് ഇന്നലെ ഞങ്ങൾ കുറേയൊക്കെ പുറത്തൊക്കെ ഇറങ്ങി നടന്നുകൊണ്ട് ഇന്ന് ഞങ്ങൾ എവിടെയും പോകണ്ടെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ പെട്ടെന്നൊരു ഫ്രണ്ട് വിളിച്ചു. അത് ഫ്രണ്ട് ഒരു ഇന്ത്യനും അവരുടെ വൈഫ് ഒരു സ്ലൊവേനിയൻ ലേഡിയാണ്. സ്ലൊവേനിയൻ എന്നല്ലേ പറയുക, സ്ലൊവേനിയക്കാരെ. അപ്പോൾ അവർക്കൊരു മോളും ഉണ്ട്. അപ്പോൾ അവർ പാർക്കിൽ വരുന്നുണ്ട്. അപ്പോൾ മോനെയും കൂട്ടി വന്നാൽ അവർക്ക് ഒരുമിച്ച് കളിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളിതാ കണ്ണനെയും കൊണ്ട് പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് സമയം 12 മണി കഴിഞ്ഞു. പക്ഷേ അത് കണ്ടോ, വെയിലും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സൂര്യൻ്റെ ഒരു ചെറിയത് മാത്രമുണ്ട് സൈഡിൽ. അപ്പോൾ നമുക്കിവിടെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മുടെ നാട്ടിലത്തെ മാതിരി ആ സമയത്തൊന്നും കുട്ടികളെയും കൊണ്ട് കളിക്കാനൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ രാത്രി പെട്ടെന്ന് ഇരുട്ടാവും. പിന്നെ രാവിലെ ആണെങ്കിലും പതുക്കെയാണ് വെളിച്ചമൊക്കെ വരുള്ളൂ. പിന്നെ നല്ല തണുപ്പുമായിരിക്കും. ഇപ്പോൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ 2 ഡിഗ്രി 3 ഡിഗ്രി ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മളിതാ കണ്ണനെ നന്നായിട്ട് പാക്ക് ചെയ്ത് ഫുൾ ജാക്കറ്റും എല്ലാം ഷൂസും എല്ലാം ഇടിച്ചിട്ടാണ് നമ്മളും അതേ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണ്. കുപ്പി മാത്രം നമ്മൾ ഇട്ടിട്ടില്ല. അത് തണുപ്പ് തോന്നുകയാണെങ്കിൽ ഇടാൻ വേണ്ടി നമ്മൾ ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നടന്ന് പാർക്കിൻ്റെ അടുത്ത് എത്തി. ചെറിയ 2 കുട്ടികൾ കളിക്കുകയാണ്. കാരണം തനിയെ ആടൂ. ഏട്ടൻ്റെ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അത് ഒരാൾ വർക്കൗട്ട് എന്തോ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇവിടെ പൊതുവേ ഇങ്ങനെ ആളുകൾ വർക്കൗട്ട് ചെയ്യാനും പിന്നെ ഡോഗ്സിനെ കൊണ്ട് പിന്നെ അതുമാതിരി കുട്ടികൾ കളിക്കാനും പിന്നെ സൈക്ലിംഗ് ചെയ്യാനൊക്കെ വരും. കണ്ടോ, അവിടെ ഒരു ലേഡി ഒരു ഡോഗുമായിട്ട് വാക്കിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇതിങ്ങനെ. റോഡ് സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറേ പാർക്കുകൾ കാണാൻ പറ്റും. കാരണം ഇത്ര നേരം ആ കുട്ടിയായിട്ട് കളിക്കുകയായിരുന്നു. അവരിപ്പോൾ പോയേ ഉള്ളൂ. പക്ഷേ അപ്പോൾ ഒരുമിച്ച് കളിക്കുന്ന ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. കാരണം അവരെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് അപ്ലോഡ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ട്. അത്ര ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇത് 2ാമത്തെ തവണയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല അവരുടെ കൂടെ ഉള്ളത്. നമ്മൾ കുറേ സമയം സംസാരിച്ചു. കുറേ നേരം കണ്ണനും ആ കുട്ടിയും കൂടെ കളിച്ചു. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ഫുൾ യെല്ലോ കളറ് ഇലകളായിരുന്നു. ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ എല്ലാ ഇലകളും കൊഴിഞ്ഞു പോകും. ഈ പാർക്കിൻ്റെ നിലം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നേ. നമ്മൾ തായ്വാനിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് കുറേ റോഡ് സൈഡിലൊക്കെ പാർക്കുകളുണ്ടായിരിക്കും ഇതേമാതിരി തന്നെ. അപ്പോൾ അതിൻ്റെ ഇവിടെ ഇപ്പോൾ ബേബി മെറ്റൽ എന്തോ ആണ്. അപ്പോൾ കുട്ടികൾ വീണ് കഴിഞ്ഞാൽ മുറിയൊക്കെ ആവുമല്ലോ. പക്ഷേ തായ്വാനിൽ ഭയങ്കര കിഡ്സ് ഫ്രണ്ട്ലിയാണ് എല്ലാ ഏരിയയും. അപ്പോൾ ഇങ്ങനത്തെ ഈ കുട്ടികൾ കളിക്കുന്ന പാർക്കിൻ്റെയൊക്കെ നിലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോറൊക്കെ ഒരു സ്പോഞ്ച് മാതിരിയുള്ള ഒരു മെറ്റീരിയലായിരിക്കും. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം അപ്പോൾ കുട്ടികൾ വീണാലും പരിക്കൊന്നും പറ്റില്ല. കാരണം കളിച്ചോളൂ. അപ്പോൾ കുട്ടികൾ വീണാലും പരിക്കൊന്നും പറ്റില്ല. അവർക്ക് പ്രത്യേകിച്ച് വലിയ ഇഞ്ചുറി ഒന്നും ആവില്ല. അപ്പോൾ ശരിക്ക് അതൊക്കെ കണ്ട എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുട്ടികൾ കുറച്ചും കൂടെ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രാജ്യമാണ് തായ്വാൻ എന്ന് എനിക്ക് തോന്നിയില്ല കണ്ടപ്പോൾ. അല്ല, സ്ലൊവേനിയ ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും ഒരേ മാതിരി ആവില്ലല്ലോ. നമ്മുടെ പാർക്കിനടുത്ത് കണ്ടിട്ടുള്ളൊരു, ഞാൻ ആദ്യം വിചാരിച്ചത് വേസ്റ്റ് ബോക്സ് ആയിരിക്കുന്നതാണ്. ഇത് മനസ്സിലായോ? ഞാൻ ആളുകൾ ഡോഗ്സിനെയും കൊണ്ട് വാക്കിന് വരുമ്പോൾ, അപ്പോൾ ഡോഗ്സ് വഴിയിലൊക്കെ അവരുടെ കാര്യം സാധിക്കുമല്ലോ. അപ്പോൾ അത് കളയാനുള്ള ഒരു ഡസ്റ്റ്ബിന്നാണിത്. അതിന് വേണ്ടി മാത്രം. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം പാർക്കും കാര്യങ്ങളൊക്കെ അവ നീറ്റായിട്ട് ഇരിക്കും.
കുറേ താറാവുകളാണത്, പല വെറൈറ്റി താറാവുകൾ. നമ്മുടെ വീടെത്തി. ഞാൻ ഫസ്റ്റ് വ്ളോഗിൽ, അതായത് വീടിൻ്റെ ചുറ്റും നടന്നപ്പോൾ ഞാൻ ഒരു ആപ്പിളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതാ സെയിം ആപ്പിൾ, അതിപ്പോഴും അവിടെ തന്നെയുണ്ട്, ചുവന്ന് തുടുത്തിരിപ്പുണ്ട്. കുലുങ്ങി വീഴുമെന്ന് അറിയാം. ഏട്ടൻ കുലുക്കാൻ പോയിട്ടുണ്ട്. ഏ കിട്ടിപ്പോയി. ഛേ, നശിപ്പിച്ചു. ഞങ്ങളുടെ പാർക്കിലെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ആ താഴെ കാണുന്ന വലതുഭാഗത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.